എല്ലാത്തിനും കഴിവുള്ള ഒരാൾ നമ്മുടെ അകത്തുണ്ട്. ആ കർത്താവ് പറയും, മക്കളെ, നിന്റെ പുറമെ ക്ഷയിച്ചാലും ക്ഷയിക്കാത്ത ഞാൻ നിന്റെ അകത്ത് ഏത് പ്രായത്തിലും. ജീസസ്, നിങ്ങൾക്ക് എത്ര വെളിപ്പെടുന്നത് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. അന്ത്യത്തോളം, ആമേൻ, അന്ത്യത്തോളം നമ്മുടെ കൂടെ ആ കർത്താവുണ്ട്. അന്ത്യത്തോളം, ഒരു ദിവസമോ 2 ദിവസമല്ല, പിരിയാതെ, ആമേൻ, അന്ത്യത്തോളം നിൽക്കുന്ന ഒരു സ്നേഹമാണ്. ആരുടെ സ്നേഹം? ഓരോ നാളിലും പിരിയാതന്ത്യത്തോളം, ഓരോ നിമിഷവും കൃപയാൽ നടത്തിയിടുമേ. ഓരോ നാളിലും പിരിയാതന്ത്യത്തോളം, ഓരോ നിമിഷവും കൃപയാൽ നടത്തിയിടുമേ. ഓരോ നിമിഷവും നമ്മൾ നടത്തുന്ന ആരാ? യേശു ക്രിസ്തു. എങ്ങനെ നടത്തുന്നേ? കൃപയാൽ. നമ്മുടെ കഴിവുകൊണ്ടല്ല, നമ്മുടെ മിടുക്കുകൊണ്ടൊന്നുമല്ല, കൃപയാൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, എൻ ജീവനെ കാണുന്നു. ആർക്കും ആഗ്രഹമുണ്ട്? പോകുന്നിടത്തെല്ലാം ആരുണ്ട്? യേശുവിനുണ്ട്. നമ്മൾ അത്രമാത്രം കർത്താവിനോട് പറ്റി ജീവിക്കണം. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അത്രമാത്രം എവിടെ പോയാലും നമ്മൾ അത്രമാത്രം ക്രിസ്തുവിനോട് പറ്റി ജീവിക്കണമെന്ന് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കർത്താവിന് അതാണ് ഇഷ്ടം. നമ്മൾ കർത്താവ് നടന്നതുപോലെ നടക്കണം. അതാണ് യേശുവിൻ്റെ സ്വപ്നം. നമ്മളെക്കുറിച്ച് യേശുവിൻ്റെ സ്വപ്നം എന്താണ്? കർത്താവ് നടന്നതുപോലെ നടക്കണം. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഒരു ദിവസം രുചിക്കണം, എന്ത് അനുഭവിക്കണം, എന്ത് തള്ളണം, പോകുന്നു വരുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ യേശുവിൻ്റെ സ്നേഹം ഇതിൽ നിന്നെല്ലാം തിരിച്ചറിയണം. നമുക്ക് കുടുംബജീവൻ ദൈവം തരും, ഭാര്യ, ഭർത്താവ്, മക്കൾ, കുടുംബം തരും. പക്ഷെ അവിടെയും ദൈവം പഠിപ്പിക്കുന്നുണ്ട്, മക്കളെ, കുടുംബത്തിലായി നിനക്ക് അവരോടുള്ള അല്ലെങ്കിൽ അവർക്ക് നിന്നോടുള്ള സ്നേഹം എത്രമാത്രമാണ്. നമുക്കറിയാം ആ സ്നേഹം എന്തോന്ന്, നമുക്ക് അറിയാം ആ സ്നേഹത്തിനൊരു പരിധിയുണ്ട്. മാതാപിതാക്കൾ, മക്കൾ, നമുക്കറിയാം അവരുടെ സ്നേഹം എത്രയുണ്ടെന്ന്, അതിനൊരു പരിധിയുണ്ട്. എന്നിട്ട് എൻ്റെ അപ്പുറത്ത് കർത്താവ് ഡോട്ടിട്ട് അടുത്ത് കാണിച്ചു തരും, എൻ്റെ സ്നേഹം നീ കണ്ടോ? അപ്പം നമുക്ക് മനസ്സിലാകും ഇവരുടെ കൂടെയുള്ള ഒരു സ്നേഹമല്ല യേശുവിൻ്റെ സ്നേഹം. അത് നിത്യമായ സ്നേഹമാണ്, അത് മാറാത്ത സ്നേഹമാണ്, അത് മറഞ്ഞു പോകാത്ത സ്നേഹമാണ്. ഇനി സ്വർഗത്തിൽ നിലനിൽക്കുന്നതാണ് ഈ ഭൂമിയിൽ ക്രിസ്തുവിനോടുള്ള ജീവിതം. ഹല്ലേലൂയ. ബാക്കിയെല്ലാം അഴിഞ്ഞു പോകണ്ടോ? അപ്പോൾ ഇതിനകത്ത് എഴുതിയിരിക്കുന്നു, ഒന്നുകൂടെ വായിച്ച്, കൊരിന്ത്യർ ലേഖനം ഇപ്പോൾ വായിച്ച ബാക്കി ഒന്നുകൂടെ വായിച്ചേ. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേ ഉള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കും. പറയുന്നുണ്ട്, എൻ്റെ അകമേ ഉള്ള ഒന്നുണ്ട്. അകമേ ഉള്ളവൻ യേശു ക്രിസ്തു. ഓ പരിശുദ്ധാത്മാവ്, ആ ശക്തി എൻ്റെ അകത്തുണ്ട്. എൻ്റെ പുറം ചിലപ്പോൾ ബലഹീനതയാകുമ്പോഴും എൻ്റെ അകത്തെ മനുഷ്യൻ്റെ ബലം പോയിട്ടില്ല. ആ തുറന്ന് പറ, എൻ്റെ പുറം ക്ഷീണിച്ചിരിക്കുമ്പോഴും എൻ്റെ അകത്തുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ക്ഷീണിച്ചിട്ടില്ല. പറഞ്ഞ് ക്ഷീണിച്ചിട്ടില്ല. വെല്ലുവിളിയുടെ നടുവിൽ ക്ഷീണിച്ചിട്ടില്ല, പ്രതികൂലത്തിൻ്റെ നടുവിൽ ക്ഷീണിച്ചിട്ടില്ല, പ്രശ്നത്തിൻ്റെ നടുവിൽ ക്ഷീണിച്ചിട്ടില്ല. അത് ദിവസം തോറും പുതുക്കം, ബലം, ശക്തി, അധികാരം. ശക്തിക്ക് മീതെ ശക്തി. നമ്മളെ പ്രതികൂലങ്ങളെ ജയിക്കാൻ, പ്രതിസന്ധികളെ ജയിക്കാൻ. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, നിന്നാൽ ഞാൻ മതിലുകളെ ചാടിക്കടക്കും എന്ന് പഴയ നിയമമെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് പ്രാപിച്ച പൈതലിനെ നോക്കി പറയും, മക്കളെ, നീ മതിൽ ചാടി കടക്കാൻ പോണ്ട, പിന്നെയോ നീ വാക്കുകൊണ്ട് കൽപ്പിക്കുമ്പോൾ മല നീങ്ങിപ്പോകും. കണ്ടോ? ഹല്ലേലൂയ. കടുക് മണിയോളം നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടാൻ പറഞ്ഞാൽ അത് സംഭവിക്കും. ഹല്ലേലൂയ. എന്നാണ് വേദപുസ്തകത്തിൽ പുതിയ നിയമം. പഴയ നിയമമാണെങ്കിലോ നീ മതിൽ ചാടിക്കടക്കും, ചാടണം, ഓടണം. പക്ഷെ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. കൽപ്പിച്ച മതി, പ്രശ്നം നീങ്ങിപ്പോകും, പ്രതിസന്ധി നീങ്ങിപ്പോകും, ഇരുട്ടുകൾ നീങ്ങിപ്പോകും. ഒന്നിനെ കുറിച്ചും പതറരുത്. ഹല്ലേലൂയ. നമ്മുടെ പുറമേ ഉള്ളവൻ നാൾക്ക് നാൾ ക്ഷയിച്ചു പോയാലും നമ്മുടെ അകമേ ഉള്ളവൻ, ആർക്കൊക്കെ ആഗ്രഹമുണ്ട്? അകത്ത് ജീവനുണ്ടെങ്കിൽ പുറത്തറിയാമോ? അകത്ത് ജീവനുള്ളവരെന്ത് ചെയ്യാം? പുറത്തറിയാം. അകത്ത് ജീവൻ ഇല്ലാത്തവരെയും പുറത്തറിയാം, അകത്ത് ജീവനുള്ളവരെയും പുറത്തറിയാം. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നമ്മുടെ അകത്ത് ജീവൻ ഉണ്ടായിരിക്കട്ടെ. അത് യേശുവിൻ്റെ ജീവൻ, യേശുവിൻ്റെ ജീവൻ, യേശു ക്രിസ്തുവിൻ്റെ 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 ജീവൻ നമ്മുടെ അകത്ത് നിറയട്ടെ. ആരുടെ ജീവൻ? യേശുവിൻ്റെ ജീവൻ.
ഹല്ലേലൂയ. ആരൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്? കർത്താവേ അങ്ങയുടെ ജീവനെല്ലാം നിറയ്ക്കണമേ. അങ്ങയുടെ എല്ലാവരും പ്രാർത്ഥിക്കണം, എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. കർത്താവേ അങ്ങയുടെ ജീവനെല്ലാം നിറയ്ക്കണേ, അങ്ങയുടെ ജീവനെല്ലാം നിറയ്ക്കണേ. നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കിയേ, അകത്ത യേശുവിൻ്റെ ജീവൻ അങ്ങ് ഇറങ്ങുമ്പോഴാണ് ആളിന് എന്ത് ചെയ്യുന്നത്? മാറ്റം വരുന്നത്. ആളിനെ മാറ്റം വരുത്തുന്നത് ഒന്നേ ഉള്ളൂ, യേശുവിൻ്റെ പരിശുദ്ധ ആത്മാവ് ആളിനെ മാറ്റം വരുത്തും. ആളിനെന്ത് ചെയ്യും? മാറ്റം വരുത്തും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പുറമേ ഉള്ളവൻ നാൾക്കുനാൾ ക്ഷയിച്ചു പോകുന്നു എങ്കിലും അകമേ ഉള്ളവനോ, അടുത്ത വരി വായിച്ചേ, നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കും. കേട്ടോ, ഒന്ന് ക്ഷയിക്കുമ്പോൾ ഒന്ന് എന്ത് ചെയ്യുന്നു? പുതുക്കം പ്രാപിക്കുന്നു. അടുത്ത വാക്യം വായിച്ചേ. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി സ്നേഹിതരെ? ഹല്ലേലൂയ. പാട്ടുകാരൻ പാടി, നൊടി നേരത്തിൽ നീങ്ങിപ്പോകും നിന്റെ ലഘുവായ കഷ്ടതകൾ, നൊടി നേരത്തിൽ നീങ്ങിപ്പോകും നിന്റെ ലഘുവായ കഷ്ടതകൾ. തളർന്നു പോകരുതേ നീ, തളർന്നു പോകരുതേ, തളർന്നു പോകരുതേ നീ, തളർന്നു പോകരുതേ. നൊടി നേരത്തിൽ നീങ്ങിപ്പോകും നിന്റെ ലഘുവായ കഷ്ടതകൾ. ഹല്ലേലൂയ. ഈ നൊടി നേരം എത്ര 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 ദിവസം, എത്ര മണിക്കൂറാ, എത്ര മിനിറ്റ് ഈ നൊടി നേരം? കുറച്ച് പറഞ്ഞു, കണ്ണിമ്പ് നൊടി നേരം അതെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ അപ്പോസ്തലൻ ഇവിടെ എഴുതിയിരിക്കുന്ന നൊടി നേരത്തിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു ഒരു ദിവസം, കൺവെൻഷൻ ഇവിടെ പറഞ്ഞു. എന്താ അതിൻ്റെ അർത്ഥം? യേശുപ്പച്ചനെ കണ്ടും മുട്ടി, അല്ലെങ്കിൽ ജനിച്ച നാൾ മുതൽ മരണം വരെയുള്ള സമയത്ത് ഒരു നൊടി നേരം. അപ്പോസ്തലൻ പറയുന്നു, ഈ ഭൂമിയിൽ 120 വയസ്സ് ജീവിച്ചാലും ഒരു നൊടി നേരമായിട്ട് തോന്നും. എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, മരണം കഴിഞ്ഞ അടുത്തൊരു ജീവിതം ഇതല്ല, യുഗായുഗം. അത് നോക്കുമ്പോൾ ഇവിടെ ശകലേ ഉള്ളൂ. അതാണ് ഈ നൊടി നേരം. എനിക്കിത് വെളിപ്പെട്ടപ്പോൾ പിന്നെ നൃത്തം ചെയ്യണമെന്ന് തോന്നി. കാരണം 120 ഇവിടെ നൊടിയെങ്കിൽ അവിടുത്തെ യുഗായുഗം നോക്കിയേ, അതിൻ്റെ വില അപ്പോസ്തലനിലൂടെ ആത്മാവ് വെളിപ്പെടുത്തിയുണ്ടോ? അതിൻ്റെ വില. അപ്പോൾ അവിടത്തെ വില മൊത്തത്തിൽ അപ്പോസ്തലൻ എന്ത് ചെയ്തു? വെളിപ്പെടുത്തി. മക്കളെ, നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കഷ്ടം ഏതാണ്? എന്താണ് അതിൻ്റെ അർത്ഥം? മക്കളെ, നരകത്തിലെ കഷ്ടമല്ല ഇത് ലഘുവായത്. പക്ഷെ കഠിനമായ ഒന്നുണ്ട്, പാവികൾ പോകുന്ന സ്ഥലം. കണ്ടോ? ഇവിടെ പ്രശ്നങ്ങളില്ലെന്നല്ല, പ്രശ്നമുണ്ട്, പക്ഷെ ലഘുവായ പ്രശ്നങ്ങൾ. ഇതെല്ലാം സോൾവ് ആകും. ചിലരൊക്കെ എല്ലായിടത്തും കുത്ത് കിട്ടി വരുന്നവരുണ്ട്. അവിടെ നോക്കുമ്പോൾ അവരൊന്ന് പറയും, ഭർത്താവ് വേറൊന്ന് പറയും, ആരും കൂടാനിക്കാനില്ല. അടുത്ത സഹോദര കുടുംബങ്ങൾ അടുത്തൊന്ന് പറയും, ഇപ്പുറത്തെ കുടുംബങ്ങൾ അടുത്തൊന്ന് പറയും, അയൽവക്കക്കാർ അടുത്തൊന്ന് പറയും, ചേർത്തൊന്ന് പിടിച്ച് മക്കളേന്ന് ചേർത്ത് പിടിക്കാൻ ആരുമില്ലാത്ത ആ വേദന ചിലരുടെ ഹൃദയങ്ങൾ തീ പോലെ വരാറുണ്ട്. ഞാൻ പറയും, നിന്നെ കെട്ടിപ്പിടിക്കാൻ യേശുണ്ട്. ഇവരുടെ സ്നേഹമൊക്കെ കുറച്ച് നേരെ കാണുമോ, പക്ഷെ നിന്നെ യേശു ചേർത്ത് പിടിച്ചാൽ, നിന്നെ യേശു ചേർത്ത് പിടിച്ചാൽ, നിന്നെ യേശു ചേർത്ത് പിടിച്ചാൽ, നിന്നെ യേശുവാണ് ചേർത്ത് പിടിക്കുന്നതെങ്കിൽ, ജീസസ്, ഹല്ലേലൂയ, നമ്മളെ യേശുവാണ് ചേർത്ത് പിടിച്ചാൽ, ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായത്? എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. നമുക്ക് ഈ ഭൂമിയിൽ മറ്റൊരാളിനെ കർത്താവിൻ്റെ കൃപയിൽ ജീവിച്ച് മറ്റൊരാളൊരു വേദന കൊടുക്കാനല്ല, ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആരെയും ഒന്നും പറയാതെ ജീവിക്കാൻ ഒരു കൃപ കിട്ടിയാലും അത് ഭയങ്കരം ആണ്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നായിരിക്കും, പ്രസംഗത്തിൽ ഒന്നായിരിക്കും, കുടുംബത്തിനകത്ത് ഒന്നായിരിക്കും. അപ്പോൾ എത്രയായി? ഒന്നിൻ്റെ നിറം എത്ര പ്രാവശ്യം മാറുമെന്ന് എനിക്കറിയത്തില്ല. ഇത് 3ആയി. ഇനി എത്ര പ്രാവശ്യം വേണം നിറം എന്ത് ചെയ്യാം, മാറാൻ പറ്റും? സ്നേഹിതരെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം, അപ്പച്ച വേറെ ഒന്നുമില്ലെങ്കിലും വേദനിപ്പിക്കാതെ കർത്താവിൻ്റെ കൃപയിൽ പോട്ടെ. യേശു ക്ഷമിച്ചില്ലേ, സഹിച്ചില്ലേ, അതുപോലെ ഒന്ന് ക്ഷമിക്കാം. പോട്ടെ, മക്കളല്ലേ, അല്ലെങ്കിൽ പോട്ടെ മരുമക്കളല്ലേ, അല്ലെങ്കിൽ പോട്ടെ ചെറുമക്കളല്ലേ, അല്ലെങ്കിൽ പോട്ടെ, സാരമില്ല, അവർക്ക് അറിവില്ല എന്ന് ചിന്തിക്കാനൊരു കൃപ എനിക്ക് തരണമേ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മാത്രമേ. യേശു അങ്ങനെ ആയിരുന്നു. എബ്രായർ 12:2 അതിനകത്ത് വാക്യമുണ്ട്, യേശു കർത്താവ് തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അപ്പോൾ കർത്താവിൻ്റെ മുൻപിൽ ഉള്ള ആ സന്തോഷം നമ്മളാകയാൽ നമ്മളെ കർത്താവിന് കിട്ടുമെന്നായതുകൊണ്ട് കർത്താവിന് കാർത്തിച്ച് തുപ്പിയപ്പോഴൊന്നും വേറെ ഒന്നും തോന്നിയില്ല. നമ്മുടെ ജീവിതത്തിനകത്തും അതേ കൃപ ഇറങ്ങിയെങ്കിൽ ഹല്ലേലൂയ, പോട്ടെ, സാരമില്ല, അവരോ അത് അറിവില്ലാതെയല്ലേ, പോട്ടെ എന്ന് പറയാനൊരു കൃപ
നമുക്ക് നമ്മുടെ അകത്ത് വന്നാൽ മാത്രമേ സ്നേഹിതരെ മറ്റുള്ളവരെ സ്നേഹിക്കാനും കരുതാനും പറയാനും പ്രസംഗിക്കാനൊക്കെ എളുപ്പമാണ്. അപ്പോസ്തലൻ പറയുന്നു, 100 നേരത്തേക്കുള്ള ലഘുവായ കഷ്ടത്തിലൂടെയൊക്കെ പ്രശ്നത്തിലൂടെയൊക്കെ ചിലപ്പോൾ നമ്മൾ പോകേണ്ടി ഒരു സാരമില്ല. ആമേൻ. പ്രതിസന്ധിക്ക് അപ്പുറത്ത് ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു പൈതലിന് നിത്യമായ സന്തോഷമുണ്ട്, ആനന്ദമുണ്ട്. ഇവിടെ എല്ലാം നൊടി നേരം കണ്ട, നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. അടുത്തവർ വായിച്ചേ. അത്യന്തം അനവധിയായി. നോക്കിയേ, ഈ കഷ്ടതയിലൂടെ നടന്നു പോകുമ്പോഴും കർത്താവിന് വേണ്ടി പൈതലെ നീ ജീവിച്ചാൽ അപ്പുറത്ത് കിടക്കുന്നറിയാമോ, അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കണ്ടോ, തേജസ്സിന്റെ നിത്യഘനം വേണമെങ്കിൽ ചിലപ്പം പ്രശ്നത്തിലൂടെയൊക്കെ എന്ത് ചെയ്യും, പോകേണ്ടി വരും. പക്ഷെ പ്രശ്നം കണ്ടൊന്നും തളരല്ലേ. പ്രശ്നത്തെക്കാൾ വലിയവനാരാ? യേശു ക്രിസ്തുവ. പ്രതിസന്ധിയേക്കാൾ വലിയവനാരാ? യേശു ക്രിസ്തുവ. നമ്മുടെ അകത്തെ മനുഷ്യൻ എപ്പോഴും പവർഫുൾ ആയിരിക്കും, പുറത്ത് എപ്പോഴും എന്ത് ചെയ്യും, ബലഹീനതയായിട്ട് പോകുമ്പോഴും അകത്തെ മനുഷ്യൻ ബലത്തോടെ എന്ത് ചെയ്യും, പോകും. അടുത്തവർ വായിച്ചേ. കാണുന്നതിനല്ല, ഇത് പറയാനാ പറഞ്ഞേ, കാണുന്നതിനല്ല, കാണാത്തതിനെ അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തോന്നാ? കാണാത്തതിനെയാണ് നോക്കുന്നത്. ഇപ്പം നമ്മൾ എത്ര പേര് ആഗ്രഹിച്ചിരിക്കുന്നുണ്ട്, കാണാത്ത എൻ്റെ യേശുവിനെ എനിക്കൊന്ന് കാണണം, ഒന്ന് വന്നെങ്കിൽ. ഹല്ലേലൂയ. എന്ന് മേഘ വന്നിടും എൻ്റെ പ്രാണനായക, അങ്ങെ കാണാൻ ആശയേറുന്നേ. സ്വർഗ്ഗവാസം ഓർക്കുമ്പോൾ, പ്രിയൻ ചാരയെത്തുമ്പോൾ, ആനന്ദം പരമാനന്ദം പ്രഭോ. സ്വർഗ്ഗവാസം ഓർക്കുമ്പോൾ, പ്രിയൻ ചാരയെത്തുമ്പോൾ, ആനന്ദം പരമാനന്ദം പ്രഭോ. ഇന്നു മേഘ വന്നിടും എൻ്റെ പ്രാണനായക, അങ്ങെ കാണാൻ ആശയേറുന്നേ. സ്വർഗ്ഗവാസം ഓർക്കുമ്പോൾ, പ്രിയൻ ചാരയെത്തുമ്പോൾ, ആനന്ദം പരമാനന്ദം പ്രഭോ. സ്വർഗ്ഗവാസം ഓർക്കുമ്പോൾ, പ്രിയൻ ചാരയെത്തുമ്പോൾ, ആനന്ദം പരമാനന്ദം പ്രഭോ. ലോകവയിൽ ഏറ്റതാ പാടിത്തളർന്നീടിലും തൻ്റെ കാന്ത എത്ര സുന്ദരി. കേദാര കൂടാരങ്ങളെ സോളമൻ തിരശിലകളെ വെല്ലുന്നതാ ശോഭയുള്ളവൾ. ലോകവയിലേറ്റതാ പാടിത്തളർന്നീടിലും തൻ്റെ കാന്ത എത്ര സുന്ദരി. കേദാര കൂടാരങ്ങളെ സോളമൻ തിരശിലകളെ വെല്ലുന്നതാ ശോഭയുള്ളവൾ. എന്നും മേഘ വന്നിടും എൻ്റെ പ്രാണനായക, അങ്ങെ കാണാൻ ആശയേറുന്നേ. സ്വർഗ്ഗവാസം ഓർക്കുമ്പോൾ, പ്രിയൻ ചാരയെത്തുമ്പോൾ, ആനന്ദം പരമാനന്ദം പ്രഭോ. സ്വർഗ്ഗവാസം ഓർക്കുമ്പോൾ, പ്രിയൻ ചാരയെത്തുമ്പോൾ, ആനന്ദം പരമാനന്ദം പ്രഭോ. ശാരോനിലെ പനിനിപ്പൂ, താഴ്വരയിലെ താമര, മുള്ളുകൾക്കിടയിൽ വാസിക്കും കാന്തയോ. കൊടികളെന്ത്യ സൈന്യം പോൽ, സൂര്യചന്ദ്ര ശോഭ പോൽ, മോഹിനിയ കാന്തയെ ചേർപ്പാ. ശാരോനിലെ പനിനിപ്പൂ, താഴ്വരയിലെ താമര, മുള്ളുകൾക്കിടയിൽ വസിക്കും കാന്തയോ. കൊടികളെന്ത്യ സൈന്യം പോൽ, സൂര്യചന്ദ്ര ശോഭ പോൽ, മോഹിനിയ കാന്തയെ ചേർപ്പാ. ഇന്ന് മേഘ വന്നിടും എൻ്റെ പ്രാണനായക, അങ്ങെ കാണാൻ ആശയേറുന്നേ. സ്വർഗ്ഗവാസം ഓർക്കുമ്പോൾ, പ്രിയൻ ചാരയെത്തുമ്പോൾ, ആനന്ദം പരമാനന്ദം പ്രഭോ. സ്വർഗ്ഗവാസം ഓർക്കുമ്പോൾ, പ്രിയൻ ചാരയെത്തുമ്പോൾ, ആനന്ദം പരമാനന്ദം പ്രഭോ. കണ്ണീരില്ല നാടതിൽ, ശോകമില്ല പീഡതിൽ, എന്നുമൊന്നു ചേർത്തിടും പ്രിയ. അങ്ങെ കാണാൻ ആർത്തിയ പാട്ടിടുന്ന കാന്തയെ ചേർത്തിടുവാനെന്തു താമസം. കണ്ണീരില്ല നാടതിൽ, ശോകമില്ല പീഡതിൽ, എന്നുമൊന്നു ചേർത്തിടും പ്രിയ. അങ്ങെ കാണാൻ ആർത്തിയ പാട്ടിടുന്ന കാന്തയെ ചേർത്തിടുവാനെന്തു താമസം. എന്നു മേഘ വന്നിടും എൻ്റെ പ്രാണനായക, അങ്ങെ കാണാൻ ആശയേറുന്നേ. സ്വർഗ്ഗവാസം ഓർക്കുമ്പോൾ, പ്രിയൻ ചാരയെത്തുമ്പോൾ, ആനന്ദം പരമാനന്ദം പ്രഭോ. സ്വർഗ്ഗവാസം ഓർക്കുമ്പോൾ,
പ്രിയൻ ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. സ്വർഗവാസം ഓർക്കുമ്പോൾ പ്രിയൻ ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞ് നമ്മുടെ അടുക്ക വരുന്നവരെ നമുക്ക് എപ്പോഴും ശ്രദ്ധയാണ്. നിങ്ങോട്ടാണ് ശ്രദ്ധ. ആ കറക്റ്റ് സമയമായില്ലെങ്കിൽ അടുത്ത് നമ്മൾ എന്ത് ചെയ്യും? വീട്ടിൽ നിന്ന് തിരിക്കൂല്ലേ? തിരിക്കൂല്ലേ? തിരിക്കും, ഉറപ്പാണ്. ഞാൻ അങ്ങനെയായിരുന്നു. തിരിച്ചിരിക്കും. പോയി ചെന്ന് കണ്ടുപിടിച്ചിട്ടേ പിന്നെ സമാധാനം ഉള്ളൂ. പക്ഷെ യേശുവിനെ കാത്തിരിക്കുന്ന ഒരു കാത്തിരിപ്പ് ഇതുപോലെ ഉണ്ടോന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു മണവാട്ടി ഇങ്ങനെ കാത്തിരിക്കണമെന്നാണ് ആരുടെ ആഗ്രഹം? പ്രാണപ്രിയന്റെ ആഗ്രഹം. ഇതുപോലെ കാത്തിരിക്കാൻ ഒരു കൃപ നമ്മൾ പ്രാപിക്കണം. കർത്താവേ, ഇതുപോലെ വാഞ്ചയോടെ എൻ്റെ കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്ന കാത്തിരിപ്പ് പോലും എൻ്റെ മണവാളന് വേണ്ടി എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. കണ്ടോ നമ്മുടെ കുറവ്, കണ്ടോ നമ്മുടെ ദാരിദ്ര്യം, കണ്ടോ നമ്മുടെ ദാരിദ്ര്യമായത്. ഏത്? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്നർത്ഥം. കർത്താവെ, അതുപോലെ ആകാൻ പറ്റാത്തൊരു ദാരിദ്ര്യം. എങ്ങനെ? കർത്താവിനെ കാത്തിരിക്കാൻ പറ്റാത്തൊരു ദാരിദ്ര്യം. അതിനോട്ട് കാത്തിരിക്കാൻ പറ്റില്ല. കുഞ്ഞുങ്ങൾ വന്നു, ചേട്ടൻ വന്നു, എല്ലാ വീട്ടുകാരെല്ലാം വന്നു. ഓക്കെ, എന്നാ വാതിലടയ്ക്കാം. കണ്ടോ, തീർന്നു. സ്തോത്രം. എന്നാൽ യേശുവിന് വേണ്ടി ഒരു കാത്തിരിപ്പ് നമുക്കില്ല. ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ദാഹവും നമ്മുടെ എല്ലാം എവിടെ ആവുമായിരുന്നു? ആ ക്രിസ്തുവിലാവുമായിരുന്നു. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട്, നമ്മൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീയങ്ങളിലെന്ന് അപ്പോസ്തലൻ പറയുന്നു. പക്ഷേ നമ്മൾ എപ്പോഴും ചിന്തിക്കണം, ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും പോരിൻ്റെ ആയുധം ജഡീകമായിട്ടുള്ളത് തന്നെയാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ചിന്തിക്കണം. നമ്മുടെ കാത്തിരിപ്പ് എന്തിനു വേണ്ടിയാണ്? എന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഒരു കേട്ട ശബ്ദമാണ്, നിന്റെ കാത്തിരിപ്പ് എന്തിനു വേണ്ടി? ആർക്കായി നീ കാത്തിരിക്കുന്നു? നീ കാത്തിരിക്കുന്നു. ആർക്കായി കാത്തിരിക്കുന്നു? ലോകത്തിൽ കയ്യിൽ വരുന്ന സമ്പാദ്യം ചില ദിവസം കഴിയുമ്പോൾ നശിച്ചു പോകുന്ന ഈ സമ്പത്തിനാണോ നീ കാത്തിരിക്കുന്നത്? ഒരു പേരും പ്രശസ്തിയും മഹിമയ്ക്കും വേണ്ടിയാണോ കാത്തിരിക്കുന്നതോ? അതെയോ നിനക്ക് വേണ്ടി ജീവൻ കൊടുത്ത് യേശുവിന് വേണ്ടിയാണോ നിന്റെ കാത്തിരിപ്പ്? ഓ ജീസസ്, ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ കാത്തിരിപ്പ് ഏതിനു വേണ്ടി? നമ്മുടെ ദാഹം ഏതിനു വേണ്ടി? നമ്മുടെ ആവേശം ഏതിനു വേണ്ടി? അപ്പോസ്തലൻ പറയുന്നു, കാണുന്നതോ താൽക്കാലികം, കാണാത്തതോ നിത്യം. അപ്പോൾ നമ്മുടെ കാത്തിരിപ്പ് നിത്യമായതിനാണെങ്കിൽ കണ്ടോ, താൽക്കാലികമായി ഇതിലൂടെ പോയാലും അതെല്ലാം അടിഞ്ഞാലും നിത്യമായിട്ടുള്ളൊന്ന് നമുക്ക് കാണും. ചിലർക്കെല്ലാം എന്തേ ഉള്ളൂ? താൽക്കാലികമായിട്ടുള്ളതേ ഉള്ളൂ. ഇവിടെ തീരുമ്പോൾ അതും തീരും. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായോ? പക്ഷെ ചിലർക്ക് അങ്ങനെയല്ല. എല്ലാം ഇവിടത്തതാ. എല്ലാം ഇവിടുത്തതൊന്നും കാണില്ല. എല്ലാം ഇവിടത്തതായിരിക്കും, സ്വർഗത്തിലുള്ളതായിരിക്കും. നമുക്ക് എവിടെ ഉള്ളതാണ് വേണ്ടത്? സ്വർഗത്തിലുള്ളത്. കാണുന്നതോ, ഒന്നുകൂടെ വായിച്ച വരി, ഞാൻ അത്രയും വരി വായിച്ചേ. ഇന്ന് കേട്ട ആ കൊരിന്ത്യർ ലേഖനം അത്രയും വരി വായിച്ചേ. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു. ആമേൻ. ഞാൻ പറയട്ടെ, പാപ മനുഷ്യൻ ക്ഷയിക്കട്ടെ എന്ന് പറഞ്ഞാൽ ശരീരം വണ്ണം കുറയട്ടെ അങ്ങനെയൊന്നും അല്ല അർത്ഥം. ഞാൻ ചിന്തിക്കുന്ന വേറെ ഒന്നാണ്. പാപ മനുഷ്യൻ ക്ഷയിക്കട്ടെ, പാപം ചെയ്യുന്നവൻ തകരട്ടെ, ആത്മീകൻ നിറയട്ടെ. നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മളെ പാപം ചെയ്യുന്ന ഒരു പാപ മനുഷ്യനുണ്ട്, അവൻ ചാകട്ടെ. ആരൊക്കെ പറയും, കർത്താവേ, പാപ മനുഷ്യനെ ഞാൻ ചാകാൻ വിടുന്നു, അങ്ങനിൽ നിറഞ്ഞ് ജീവിക്കാൻ ഞാൻ അനുവദിക്കുന്നപ്പ, അങ്ങനിൽ നിറയുക, അങ്ങയുടെ ജീവനിൽ നിറയുക. എൻ്റെ പുറമേ ഉള്ളവൻ പാപം ചെയ്യിക്കുന്ന മനുഷ്യൻ, പാപ മനുഷ്യൻ ഒരു വശത്തൂടെ നമ്മുടെ പ്രായം ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? പുറമേ ഉള്ളത് ക്ഷയിക്കും. എന്നാൽ മറുവശത്ത് ചിന്തിക്കുമ്പോൾ പുറമേ ഉള്ള പാപ മനുഷ്യൻ, നമ്മളെ ഈ ലോകത്തോട് അടുപ്പിക്കുന്ന പാപത്തിൻ്റെ ശക്തി, ഈ ലോക ഇമ്പങ്ങളോട് അടുപ്പിക്കുന്ന ആ പുറമേ ഉള്ളവൻ ക്ഷയിക്കട്ടെ. അകമേയുള്ള ക്രിസ്തു യേശു എന്നിൽ വർദ്ധിച്ചു വരട്ടെ. പാപത്തെ ജയിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തി എന്നിൽ വർദ്ധിച്ചു വരട്ടെ. അങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ ഉണ്ടല്ലോ, യേശപ്പം വളരെ നമ്മളെ സ്നേഹിക്കാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം ഒന്നുകൂടെ വായിച്ചേ. എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. അടുത്ത വരി, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം. അത്യന്തം അനവധിയായി തേജസ്. ഇതൊക്കെ നമ്മൾ ചർച്ചിൽ ഒരുപാട് തവണ ചിന്തിച്ചിട്ടുള്ളതാ. തേജസ്സിന്റെ നിത്യഘനം. അടുത്ത്, ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. അടുത്ത്, കാണുന്നതിനല്ല, കാണാത്തതിനെ അത്ര ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ നോക്കേണ്ടത് എതിനെയാണ്? കാണാത്തതുണ്ട്. ഹല്ലേലൂയ. ആ നിത്യതയുണ്ട്, അപ്പനുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എത്ര പേർക്ക് പറയാൻ പറ്റും ഞാൻ യേശുവിനെ പ്രാപിച്ചു എന്ന്? വേറെ ഒന്നും പ്രാപിക്കണം. നമുക്ക് ആരെ പ്രാപിക്കാം? യേശുവിനെ കിട്ടിയവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. യേശുവിനെ കിട്ടിയ എത്ര പേരുണ്ട്? സ്തോത്രം. നമ്മൾ പറയും, എനിക്ക് കുടുംബം കിട്ടി, കുഞ്ഞുങ്ങളെ കിട്ടി, പള്ളി കിട്ടി, ആരാധന കിട്ടി, ഞാൻ ഇന്ന പള്ളിയിലാണ് പോകുന്നത്, നല്ല ആരാധനയാണ്, പിന്നെ എനിക്ക് ഇത് കിട്ടി, അത് കിട്ടി, എനിക്ക് വസ്തു കിട്ടി, വീട് കിട്ടി, സമ്പത്ത് കിട്ടി, കാറ് കിട്ടി, ലോറി കിട്ടി, എനിക്കിതെല്ലാം കിട്ടിയെന്ന് പറഞ്ഞ് ഞാൻ ചോദിക്കട്ടെ, യേശുവിനെ കിട്ടി എത്ര പേരുണ്ട്? യേശുവിനെ കിട്ടിയ, യേശുവിനെ പ്രാപിച്ച, അപ്പോസ്തലൻ ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ച് പരിശുദ്ധനെ പ്രാപിച്ചോ? നിങ്ങൾ യേശുവിനെ പ്രാപിച്ചോ?
ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ പ്രാപിച്ചവർക്കായി, യേശുവിനെ കിട്ടിയവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവിനെ എത്ര പേര് പ്രാപിച്ചു? ഞാൻ പറയാം, ഇതൊന്നും നഷ്ടമല്ല, ഇതൊരു നഷ്ടമല്ല. ഹല്ലേലൂയ. യേശുവിനെ പ്രാപിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. വേറെ ഒന്നും ഈ ലോകത്തിൽ പ്രാപിക്കാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല, എൻ്റെ യേശുവിനൊന്ന് പ്രാപിക്കാൻ മറക്കല്ലേ സ്നേഹിതരെ. എൻ്റെ യേശുവിനൊന്ന് പ്രാപിക്കാൻ കഴിഞ്ഞാൽ, എൻ്റെ യേശുവിനൊന്ന് നിറയാൻ കഴിഞ്ഞാൽ, എൻ്റെ യേശു എൻ്റെ ഉള്ളത്തിനകത്തൊന്ന് നിറഞ്ഞാൽ, ഈ പുറമേയുള്ള പാപ മനുഷ്യൻ എൻ്റെ അകത്തും പുറത്തും ഒരുപോലെ എൻ്റെ ജഡത്തെ കാർന്നു നിന്ന് പാപത്തിലേക്ക് നയിക്കുന്ന പാപ മനുഷ്യനെ സ്തോത്ര, ആ കർത്താവാകുന്ന യേശു ക്രിസ്തുവിൻ്റെ അഗ്നിക്കകത്ത് കത്തിച്ചിട്ട് എൻ്റെ കർത്താവാകുന്ന യേശുവിൻ്റെ അഭിഷേകം എൻ്റെ അകത്ത് നിറഞ്ഞ് ക്രിസ്തു ജീവിച്ച ഒരു ജീവിതം ജീവിക്കാൻ ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ, ഹല്ലേലൂയ, നമുക്ക് കഴിയുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെയ്തിട്ടുള്ള ഒരേ ഒരു കാര്യം സ്നാനപ്പെട്ടിട്ടുണ്ട്, ബാക്കിയൊന്നും എനിക്കറിയത്തില്ല. കർത്താവിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. നമ്മൾ ചെയ്ത ഒരേ ഒരു കാര്യം വെള്ളത്തിനകത്ത് മുങ്ങി സ്നാനപ്പെട്ട് കരകയറി, അത്രയേ ഉള്ളൂ. ബാക്കി ഇനി നമ്മളിലൂടെ ചെയ്യേണ്ടതല്ല യേശുപ്പച്ചന് മാത്രമേ പറ്റൂ. യേശു ജീവിച്ച ജീവിതം ജീവിക്കാൻ നമ്മളെ കൊണ്ട് ആർക്കും പറ്റത്തില്ല. യേശു തന്നെ ഇറങ്ങി. അപ്പോൾ എത്രമാത്രം നമ്മൾ ഒന്നുമല്ല എന്ന് ഓർക്കണം. ഒന്നുമല്ല, നമ്മൾ ആരും എന്തൊക്കെ ഉണ്ടെന്ന് ഒന്നുമേ അല്ല. കാരണം യേശു ജീവിച്ച ജീവിതം ജീവിക്കാൻ നമ്മളെ കൊണ്ട് നമ്മളെ കഴിവിനോ പഠിത്തത്തിനോ മിടുക്കിനോ ഒന്നും കഴിയത്തില്ല. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ അകത്ത് ഇറങ്ങി നമ്മളെ ഒതുക്കി നമ്മുടെ ജഡമനുഷ്യനെ കീഴ്പ്പെടുത്തി ആത്മാവ് ജയത്തോടെ വെളിപ്പെട്ട് വരണം. ഹല്ലേലൂയ. അതിന് പരിശുദ്ധന്മാർ ഒരുക്കട്ടെ. അടുത്ത വാക്യം വായിച്ചേ. കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. കാണാത്ത ഒന്നുണ്ട്, അതാണ് കാണാത്തതോ അതാണ് നിത്യം. കാണുന്നതൊന്നും നിത്യമല്ല. അപ്പം നമ്മൾ ഈ ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം നമ്മൾ കാണുന്നതല്ലേ, പക്ഷെ കാണാത്ത ഒന്നുണ്ട്, അതാണ് ഒരിക്കലും അഴിഞ്ഞു മാറാത്ത, അതാണ് നിത്യം. അതിനു വേണ്ടിയാണ് നമ്മൾ ദാഹിക്കേണ്ടതും വാഞ്ചിക്കേണ്ടതും ഇഷ്ടപ്പെടേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും പ്രാപിക്കേണ്ടതും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇത് പുതിയ നിയമത്തിലെ ഭക്തനാകുന്ന അപ്പോസ്തലനാകുന്ന പൗലോസ് എഴുതി തന്ന ലേഖനത്തിലൂടെ നമുക്ക് ആത്മാവിൽ വെളിപ്പെടുത്തിയതാണ്. എന്നാൽ പഴയ നിയമം ധ്യാനിക്കുമ്പോൾ ക്രിസ്തുവിൽ ജീവിച്ച ഒരു ഭക്തനാണ് ദാനിയേൽ എന്ന ഭക്തൻ. കുഞ്ഞുനാളിലെ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുന്നുണ്ടോ കുഞ്ഞുങ്ങൾ? കുഞ്ഞുനാളിലെ എന്ത് ചെയ്യുന്നു? കർത്താവിന് വേണ്ടി ദാനിയേൽ എന്ത് ചെയ്തു മക്കളെ? വേർതിരിക്കപ്പെട്ടു. അമ്മേൻ. അവൻ അപ്പൻ പറഞ്ഞിട്ടല്ല, അമ്മ പറഞ്ഞിട്ടല്ല. അപ്പൻ പറഞ്ഞിട്ടാണോ വേർതിരിക്കപ്പെട്ടത്? അല്ല. അമ്മ പറഞ്ഞിട്ടാണോ വേർതിരിക്കപ്പെട്ടത്? വായിച്ചേ 1-ാം അധ്യായം. എല്ലാ കുഞ്ഞുങ്ങളും ശ്രദ്ധിക്കണം. 1-ാം അധ്യായം 8-ാം വാക്യം വായിച്ചേ. 1:8 വായിച്ചേ. ദാനിയേലിന്റെ പുസ്തകം 1:8 എല്ലാം ശ്രദ്ധിക്കണം. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടോ അവൻ കുടിക്കുന്ന വീഞ്ഞ് കൊണ്ടും. അപ്പൊ കൊട്ടാരത്തിനകത്ത് കൊണ്ടുവന്നു അല്ലേ, അവനെ പിടിച്ചുകൊണ്ടുവന്നു. ആരെയൊക്കെ? ദാനിയേലിന്റെ കൂടെ ഒരു കൂട്ടം പേരുണ്ട്. പിടിച്ചുകൊണ്ടുവന്നു അല്ലേ. പിടിച്ചുകൊണ്ടിരുമ്പോൾ ഇവിടെ കൊണ്ടുവരുമ്പോൾ അവര് രാജാവ് പറഞ്ഞു രാജാവിന്റെ വീഞ്ഞും ഭക്ഷണവും ഒക്കെ കഴിക്കാൻ കൊടുത്തു അല്ലേ. അപ്പൊ ദാനിയേൽ എന്താ പറഞ്ഞ? വായിച്ചേ. രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞ് കൊണ്ടും തന്നെ താൻ അശുദ്ധമാക്കയില്ല എന്ന്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, അവന്റെ ഭോജനവും അവന്റെ വീഞ്ഞും. ഞാൻ അശുദ്ധനാകത്തില്ല, ഞാൻ കർത്താവിന്റെ പിള്ള. കണ്ടോ? ആരെങ്കിലും പപ്പ വന്നിരുന്നു മക്കളെ കഴിച്ചുകൂടാ എന്ന് പറഞ്ഞിട്ടാണോ? മോനെ അത് തുടരുത് എന്ന് പറഞ്ഞിട്ടാണോ? അല്ല, ഇതാ പറഞ്ഞ വിളി, തെരഞ്ഞെടുപ്പ്, സ്വർഗം. നിങ്ങൾക്ക് എത്രയൊക്കെ വെളിപ്പെടുത്തി എനിക്ക് അറിഞ്ഞുകൂടാ. ഇതാരും പറഞ്ഞു കൊടുത്തിട്ടല്ല. അപ്പൻ പറഞ്ഞു കൊടുത്തില്ല, പാസ്റ്റർ പറഞ്ഞു കൊടുത്തില്ല, പിന്നെ ബ്രദർ പറഞ്ഞു കൊടുത്തില്ല, അല്ലെങ്കിൽ സിസ്റ്റർ പറഞ്ഞു കൊടുത്തില്ല, പിന്നെ മാതാപിതാക്കൾ ആരും സഹോദരങ്ങൾ ആരും പറഞ്ഞു കൊടുത്തല്ല. പക്ഷേ അയാളുടെ അകത്ത് ആത്മാവിൽ അയാൾ പറയുകയാണ് എനിക്കിത് വേണ്ട. കണ്ടോ? കുഞ്ഞുങ്ങൾ ഇതായിരിക്കണം. എവിടെ പോയാലും ഏതൊക്കെ ഭാഗത്ത് നിന്നാലും നമ്മുടെ അകത്ത് ഇതായിരിക്കണം. നമ്മൾ ആരാണെന്നുള്ള ലേബലുണ്ട് നമ്മുടെ തന്നെ നെറ്റിയിൽ. നമ്മുടെ മേലൊരു ലേബലുണ്ട്. ആരുടെ ലേബൽ? യേശുവിൻ്റെ ലേബൽ. എവിടെ പോയാലും നമ്മൾ ആ പൈതലായിരിക്കണം. ഹല്ലേലൂയ. എവിടെ നിന്നാലും ആ പൈതലായിരിക്കണം. അടുത്തവർ വായിച്ചേ. തന്നെ താൻ അശുദ്ധമാക്കയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. അവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചു. കണ്ടോ? ഹൃദയത്തിൽ നിശ്ചയിച്ചു. ജീവിതത്തിനകത്ത് എൻ്റെ അപ്പൻ കാണാത്തതിന് വേണ്ടിയുള്ള ദാഹം. കാണുന്നതിനല്ല ദാനിയേൽ ദാഹിച്ചത്, കാണാത്തതിന് വേണ്ടിയുള്ളൊരു ദാഹം. അയാൾക്ക് വേറൊന്നും അറിയത്തില്ല. പക്ഷേ പുതിയ നിയമത്തിൽ അറിയാമായിരുന്നു. പഴയ നിയമത്തിൽ വിശുദ്ധന്മാർക്ക് ഏറെ കാര്യങ്ങളൊന്നും വെളിപ്പെട്ടില്ല. പക്ഷേ ഈ മനുഷ്യന് ദൈവം പറഞ്ഞു കൊടുത്തത് മാത്രം അറിയാം. അയാൾ ഈ ലോകത്തിലുള്ള പാപ സ്വഭാവങ്ങളെല്ലാം ആ മനുഷ്യൻ കുഞ്ഞിലേ ഉപേക്ഷിച്ചു. മുന്നോട്ട് പോകുമ്പോൾ ദർശനങ്ങളാൽ ദൈവം നിറച്ചു, അഭിഷേകത്താൽ ദൈവം നിറച്ചു, കൃപകളാൽ ദൈവം നിറച്ചു. കാണുന്നതെല്ലാം താൽക്കാലികമെന്ന് മനസ്സിലായി, കാണാത്തതാണ് നിത്യമെന്ന് മനസ്സിലായി. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, അവിടെ ചെന്ന് നിൽക്കുകയാണ്, ശാഖപദാർത്ഥവും കഴിച്ചിട്ട് നിൽക്കുകയാണ്. ആ ദൈവം, കാണാത്ത ദൈവത്തിൽ വിശ്വസിച്ച ആ മനുഷ്യൻ്റെ ആ വിശ്വാസത്തിൻ്റെ ആ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അയാൾക്ക് ദൈവമായിട്ടുള്ള ബന്ധം നമുക്ക് കാണാൻ കഴിയും. അയാൾ പരിശോധിച്ച് നോക്കി. രാജാവ് നോക്കിയപ്പോൾ ശാഖപദാർത്ഥം കഴിച്ചവരുടെ ആ മുഖം
മുഖം കാണുമ്പോൾ മറ്റുള്ളവരെക്കാൾ മിടുക്കരായിട്ട് തോന്നി രാജാവിന്. കണ്ടോ? കാരണം എന്താ? യേശുവിനെ ഭക്ഷിക്കുന്നവർ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അല്ലെങ്കിൽ യേശുവിൻ്റെ വചനത്തിൽ ജീവിക്കുന്നവർ, ആത്മാവിൽ നിറം ജീവിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ദാനിയേൽ അക്കൂട്ടത്തിലുള്ളവരായിരുന്നു. ജീവിതത്തിനകത്ത് മുന്നോട്ട് പോകും തോറും പ്രതിസന്ധി വന്നു, പ്രതികൂലങ്ങൾ വന്നു, പിടിച്ചുകൊണ്ട് പോയെടുത്തും പ്രതിസന്ധി വന്നു. എന്നിട്ടും അപ്പനെ വിട്ട് മാറിയില്ല. ഇതാണ് പുതിയ നിയമസഭയിൽ നമ്മുടെ ജീവിതത്തിനകത്ത് വരേണ്ടത്. എവിടെയൊക്കെ പോകുമ്പോഴും നമ്മളെ കീഴ്മേൽ മറിക്കുന്ന പ്രശ്നങ്ങൾ അവിടെയൊക്കെ വരും. അവിടെ ഒന്നും നമുക്ക് ജയിക്കാൻ പറ്റത്തില്ല. പക്ഷേ കർത്താവിൽ ആശ്രയിച്ചപ്പച്ച ഞാനിതാ മരിക്കുന്നു, അങ്ങനെ ജീവിക്കുക. ഓ കർത്താവേ, ഇവിടെ ഞാൻ അങ്ങ് മരിച്ചു തരാൻ ഒരുക്കമാണ്. അപ്പം അങ്ങ് നിന്ന് ജീവിക്കുക. ഇവിടെ ഞാൻ മരിച്ചു തരാൻ ഒരുക്കമാണ്. അങ്ങ് സംസാരിക്കുക. അങ്ങക്ക് എന്ത് പറയണം അവിടെ അങ്ങ് സംസാരിക്കുക. നോക്കിയേ, 2-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ സ്തോത്രം, അവിടെ ഇതാ പ്രശ്നങ്ങളുടെ നടുവിലാണ് നിൽക്കുന്നത്. എങ്കിലും സ്വപ്നം കാണുന്നു. സ്വപ്നത്തിൻ്റെ നടുവിൽ ഇത് അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. ആർക്കും അർത്ഥം തീക്കകത്ത് ഇടുമെന്ന് എഴുതി വെച്ചാലും എനിക്കതല്ല വിഷയം. ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവം എന്നെ വിടുവിച്ചാലും ഇല്ലെങ്കിലും, എന്നെ രക്ഷിച്ചാലും രക്ഷിച്ചില്ലെങ്കിലും ഞാൻ ഈ വിഗ്രഹത്തെ ആരാധിക്കത്തില്ല. ഞാൻ ഈ പാപത്തിലേക്കില്ല, എൻ്റെ ദൈവത്തെ കരയിപ്പിക്കുന്നില്ലേക്കില്ല. ഹല്ലേലൂയ. തീരുമാനം എടുക്കുക മാത്രമല്ല, അപ്പാ ഞാനിവിടെ മരിക്കുന്നു, അങ്ങ് ജീവിക്കണമേ, അങ്ങ് ജീവിക്കണമേ. ഞാൻ പറയട്ടെ, ദാനിയേൽ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവും അവിടെ എടുത്ത് അവരെ തൂക്കിയിടുമ്പോൾ അവരെന്തുകൊണ്ടാണ് അവർ പ്രത്യാശയോടെ പറയാൻ കാരണം? അവർക്കറിയാം ഈ തീക്കകത്തും ഞങ്ങളെ വിളിച്ച ദൈവം ഇറങ്ങി വരും. കണ്ടോ? ഈ തീക്കകത്ത് ആറ് ഇറങ്ങി വരും. വിളിച്ച ദൈവം ഇറങ്ങി വരും. പേടിച്ചില്ല. അതുപോലെ തന്നെ സംഭവിച്ചു. തീക്കകത്ത് വിളിച്ച ദൈവം ഈ തീയേക്കാൾ ശക്തിയുള്ള, തീയുടെ ശക്തിയെ കെടുത്തുവാൻ കഴിവുള്ള ഒരു തീ അതിനകത്ത് ഇറങ്ങി. അതത്ര യേശു ക്രിസ്തു. ഇന്ന് നിങ്ങൾ തീയുടെ നടുവിലൂടെ പോകുന്നവരായിരിക്കും അതിനകത്ത് ചിലരൊക്കെ. പക്ഷെ അവയുടെ നടുവിലും ധൈര്യത്തോടെ പറ, ഈ തീയെ കെടുത്തുവാൻ, ഈ ശക്തിയെ കെടുത്തുവാൻ കഴിവുള്ള ഒരു രാജാവ് എനിക്കുണ്ട്. ആ കർത്താവിലാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് സ്വത്രം ഒന്നിനെക്കുറിച്ച് ഞാൻ പേടിക്കത്തില്ല. ഈ തീയോ ഇത് താൽക്കാലികമാണ്. പറഞ്ഞ്, ഈ തീയോ ഇത് താൽക്കാലികം, ഈ പ്രശ്നമോ ഇത് താൽക്കാലികം, എന്നാൽ നിത്യത എന്നത് നിത്യമായതത്രേ. ഹല്ലേലൂയ. കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്ന എന്തിന്? കാണുന്നതോ താൽക്കാലികം, കാണാത്തതോ നിത്യമത്രേ. പറഞ്ഞേ ഈ തീ താൽക്കാലികമാണ്, അത് നൊടി നേരത്തേക്കേ ഉള്ളൂ. പറഞ്ഞേ, ഈ പ്രശ്നം താൽക്കാലികമാണ്, അത് നൊടി നേരത്തേക്കേ ഉള്ളൂ. ഈ പ്രശ്നം എൻ്റെ അവസാനമല്ല. ഈ പ്രശ്നം ഇതാ നീങ്ങിപ്പോകുന്നു. ഈ പ്രശ്നത്തിൻ്റെ അപ്പുറത്ത് ഒരു നിത്യമായതുണ്ട്. അതിലേക്കാണ് ഞാൻ ഓടുന്നത്, അതിലേക്കാണ് ഞാൻ നോക്കുന്നത്. ആമേ. ഈ പ്രശ്നത്തിൻ്റെ മുമ്പിൽ ഞാൻ കാണുന്നത്, പ്രശ്നത്തിൻ്റെ അപ്പുറത്തുള്ള ആ ക്രിസ്തുവിലുള്ളതാണ് ഞാൻ കാണുന്നത്. ആ സ്വർഗീയമായതാണ് ഞാൻ കാണുന്നത്. ഈ ഭൂമിയിലുള്ളതല്ല ഞാൻ കാണുന്നത്, സ്വർഗീയമായതാണ് കാണുന്നത്. അപ്പോൾ ദാനിയേൽ കണ്ടത് എന്തായിരിക്കും സ്നേഹിതരെ? ഈ തീയാണോ കണ്ടത്? അല്ല, ഇതിൻ്റെ അപ്പുറത്തുള്ള സ്വർഗീയമായ ഒന്നിനെ ദാനിയേൽ കണ്ടു. ഹല്ലേലൂയ. വെറുതെ ദാനിയേലല്ല, ദാനിയേൽ കണ്ടതും അത് തന്നെയാണ്. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവും കണ്ടതും ആ തീക്ക് അപ്പുറത്തുള്ള നിത്യമായ ഒന്നിനെ കണ്ടു. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, നിത്യമായ ഒന്നിനെ കാണുമ്പോൾ ഈ ഭൂമിയിലുള്ള തീച്ചുളകൾ തീയായിട്ട് നമുക്ക് തോന്നുകയില്ല. ഈ പ്രശ്നം വലിയൊരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നത്തില്ല, വലിയൊരു പ്രതികൂലമായിട്ട് തോന്നത്തില്ല. നിർത്താൻ സമയമായി. അടുത്ത വാക്യം വീണ്ടും അങ്ങോട്ട് പോകുമ്പോൾ നോക്കിയേ, 3-ാം അധ്യായത്തിലേക്ക് ആ തീക്കകത്ത് എൻ്റെ ദൈവം ഇറങ്ങുന്നു. 4-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ പ്രശ്നം വർദ്ധിക്കുകയാണ്, പ്രതിസന്ധി വർദ്ധിക്കുകയാണ്. ഹല്ലേലൂയ. അവിടെ ഇതാ പ്രശ്നവും പ്രതിസന്ധി വർദ്ധിക്കുന്നു. ദാനിയേലിൻ്റെ നേരെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരുന്നു. 5-ാം അധ്യായം ആകുമ്പോൾ ഇതാ വിഗ്രഹം കൊണ്ട് ഉണ്ടാക്കിയ ചിലതിനൊക്കെ ദൈവം കാണിക്കുന്നു. അവിടെ ദർശനം കാണുന്നു. ബെൽഷസ്സർ രാജാവ് മഹത്തുക്കൾ 1000 പേർക്ക് ഒരു വലിയ വിരുന്നൊരുക്കി വെച്ചിരിക്കുകയാണ്. വീഞ്ഞു കുടിച്ച് രസിക്കുമ്പോൾ, കണ്ടോ, വിരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ അവിടെ വീഞ്ഞു കുടിച്ച് രസിച്ചിരിക്കുമ്പോൾ അവിടെ ഒരു കൈ എഴുതുകയാണ്. കണ്ടോ, കൈപ്പത്തി ചുവരിൽ എഴുതുകയാണ്. കണ്ടോ, 5-ാം അധ്യായത്തിലേക്ക് നോക്കിയേ. സ്തോത്രം. അപ്പോൾ അത് വായിക്കാൻ ആർക്കും അറിയത്തില്ല. കണ്ടോ, അത് വായിക്കാൻ ആർക്കും അറിയത്തില്ല. അവിടെയും ക്രിസ്തുവിൽ ജീവിച്ചവന് വായിക്കാൻ വേണ്ടി ദൈവം ജ്ഞാനം കൊടുക്കുന്നു. ഞാൻ പറയട്ടെ, എരുതീക്കകത്തൂടെ പോകുമ്പോഴും അപ്പുറത്ത് എൻ്റെ ദൈവം നമ്മളിലൂടെ ചെയ്യിക്കേണ്ടത് എൻ്റെ ദൈവം ചെയ്യിച്ചിരിക്കും. ഏതൊക്കെ ശോധനയിലൂടെ പോകുമ്പോഴും പൈതലെ നീ പേടിക്കരുത്. തൊട്ടപ്പുറത്ത് നിന്നെ കൊണ്ട് വായിപ്പിക്കേണ്ടത് വായിപ്പിക്കുക, നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് ചെയ്യിപ്പിക്കുക. എൻ്റെ ദൈവം കാത്തിരിക്കുകയാണ്. പ്രശ്നമല്ല വലുത്, ദൈവമാണ് വലുത്. പ്രതിസന്ധി അല്ല വലുത്, ദൈവമാണ് വലുത്. പ്രശ്നങ്ങളെക്കാൾ ദാനിയേൽ ദൈവത്തെ കണ്ടത് മുഖാന്തരം ദാനിയേലിന് പ്രശ്നം വലുതായിട്ട് തോന്നിയില്ല, പ്രതിസന്ധി വലുതായിട്ട് തോന്നിയില്ല. ആമേൻ. സ്തോത്രം. കാണുന്നതല്ല അവൻ വലുതായിട്ട് തോന്നിയത്, കാണാത്ത കർത്താവിനെ വലുതായിട്ട് അവൻ കണ്ടു. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതലെ, നമ്മുടെ പ്രശ്നങ്ങൾ വലുതായിട്ടായിരിക്കാം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പ്രശ്നത്തിന് അപ്പുറം വലിയവനായി ദൈവത്തെ ഒന്ന് കാണാൻ പറ്റിയാൽ നമ്മൾ പറയാം, അയ്യോ ഇതാണോ, ഇതൊക്കെ ചീള് കേസല്ലേ. ഇതിൻ്റെ അപ്പുറത്തുള്ള എൻ്റെ ദൈവം, വലിയവനാകുന്ന ദൈവത്തെ കാണുമ്പോൾ ഇതൊന്നുമല്ല. കണ്ടോ, ക്രിസ്തുവിൽ
ആഗ്രഹിച്ച ക്രിസ്തുവിൽ ജീവിച്ച ഒരു പഴയ നിയമ വിശുദ്ധൻ എൻ്റെ അപ്പനെ കണ്ടപ്പോൾ അവൻ ഈ ലോകത്തിലുള്ള കഷ്ടപ്പാടുകളെല്ലാം ചെറുതായി കണ്ടു. അതിനേക്കാൾ വലുത് യേശുവിനെ അവൻ കണ്ടപ്പോൾ പ്രശ്നങ്ങളെ പ്രശ്നങ്ങളായി കാണുവാൻ കഴിഞ്ഞില്ല. പിന്നെ പ്രതിസന്ധിയായി കാണുവാൻ കഴിഞ്ഞില്ല. പ്രതിസന്ധിയുടെ നടുവിലും ഭയപ്പെട്ടില്ല. പ്രതിസന്ധിയുടെ നടുവിൽ പേടിച്ചില്ല. കാരണം ദൈവത്തെ, സർവശക്തനാകുന്ന ദൈവത്തെ ആ മനുഷ്യൻ കണ്ടപ്പോൾ പ്രതികൂലത്തിൻ്റെ വില പോയി, പ്രശ്നത്തിൻ്റെ വില പോയി, വലിപ്പം പോയി. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? നമുക്കൊരു ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ അത് വലുതായി നമ്മൾ കാണുന്നവരാണ്. എന്നാൽ എൻ്റെ ദൈവം, സ്തോത്രം, ദാനിയേൽ ദൈവത്തെ വലിയവനായി കണ്ടപ്പോൾ അവൻ്റെ മുൻപിലുള്ള പ്രശ്നങ്ങളെല്ലാം, സ്തോത്രം, ഒരു പൊടി പോലെ മാഞ്ഞുപോയി. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതലെ വ്യത്യസ്തമായ പ്രശ്നത്തോടും വേദനയോടും ഭാരത്തോടായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. പക്ഷെ നമ്മുടെ പ്രശ്നങ്ങളും ഭാരങ്ങളും വേദനകളും വലുതായി കാണുന്നിടത്തോളം കാലം ആ യേശുവിൻ്റെ വലിപ്പത്തെ കാണാൻ കഴിയത്തില്ല. ധൈര്യത്തോടെ പറ, ഈ പ്രശ്നത്തിൻ്റെ അപ്പുറത്ത് നിത്യമായ ഒന്നുണ്ട്. എൻ്റെ യേശു ഇതിൻ്റെ നടുവിലുണ്ട്. ഞാൻ എൻ്റെ യേശുവിനെ വലിയവനായി കാണുന്നു. വീണ്ടും അങ്ങോട്ട് പോകുമ്പോൾ, സ്തോത്രം, ദാനിയേലിൻ്റെ പ്രാർത്ഥനയെ മുടക്കുവാൻ, അല്ലെങ്കിൽ അവനെ തകർത്ത് കളയുവാൻ, പ്രാർത്ഥിച്ച കേസ് പറഞ്ഞ് സിംഹത്തിൻ്റെ കുഴിയിലിടുവാൻ ഓർഡർ വരുന്നു. അപ്പോഴും ദാനിയേൽ പേടിക്കുന്നില്ല. ദാനിയേലിനറിയാം, സിംഹത്തെ സൃഷ്ടിച്ച, എന്നെ സൃഷ്ടിച്ച, സകല ചരാചരങ്ങളെ സൃഷ്ടിച്ച സ്വർഗത്തിലെ ദൈവത്തെ കാണുമ്പോൾ ഈ ഭൂമിയിലുള്ള ആ പ്രശ്നങ്ങളൊന്നും ഈ മനുഷ്യൻ വലുതായി കണ്ടില്ല. ഞാനിത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നിങ്ങൾക്ക് എത്രയൊക്കെ വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. സ്വത്രം, കാണുന്നതോ താൽക്കാലികം, കാണാത്ത ഒന്നുണ്ട് നിത്യം. സ്വത്രം, പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമ വിശുദ്ധന്മാരും ഒരുപാട് പേർ സ്വത്രം കാണാത്തതിനായി അവർ കാത്തിരുന്നവരാണ്. ദാനിയേൽ കാണാത്തതിനായി നോക്കി പാർത്തു. സ്വത്രം, തൻ്റെ ഉപവാസം എന്തിനു വേണ്ടിയായിരുന്നു നോക്കിയേ? തൻ്റെ പ്രാർത്ഥന എന്തിനു വേണ്ടിയായിരുന്നു നോക്കിയേ? ദൈവം ഇറങ്ങി വരാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വന്നു, സംസാരിച്ചു. ഇല്ലേ? എന്തിനു വേണ്ടിയായിരുന്നു? ഈ താൽക്കാലികമായിട്ടുള്ള സാധനത്തിനായിരുന്നോ? ഇല്ലേ, ഇല്ല. സ്വത്രം, താൽക്കാലികമായിട്ടുള്ളതല്ല. എൻ്റെ കർത്താവിൽ ആശ്രയിച്ച് ദാനിയേൽ കാത്തിരുന്നു. സിംഹത്തിൻ്റെ കുഴിക്കകത്ത് ഇപ്പോൾ തീരുവെന്ന് ലോകം ചിന്തിച്ചപ്പോഴും ദാനിയേൽ ആ പ്രശ്നത്തെ വലുതായി കണ്ടില്ല. ആ സിംഹക്കുഴിയെ വലുതായി കണ്ടു. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളൊരു പക്ഷേ പലതരത്തിലുള്ള വ്യത്യസ്തമായ വേദനയോടായിരിക്കും വന്നിരിക്കുന്നത്. ആ വേദന കാണുമ്പോൾ നമ്മൾ പറയുന്നത് നമ്മുടെ ഈ വേദനയാണ് വലുതെന്ന് പറയൂലേ. എന്നാൽ ദാനിയേൽ നോക്കിയേ, അയാൾക്ക് ആ സിംഹക്കുഴിയും അയാൾക്ക് ആ മരണം മുൻപിൽ മുഖാമുഖമായി കാണുന്ന അവസരങ്ങളൊന്നും വലുതായി തോന്നിയില്ല. അതിനേക്കാളും വലുതായിട്ട് ദാനിയേൽ ദൈവത്തെ കണ്ടു. ഹല്ലേലൂയ. ആരൊക്കെ പറയും, നിങ്ങളുടെ കുടുംബത്തിനകത്തുള്ള എല്ലാ പ്രശ്നങ്ങളൊന്നും ഓർത്തിട്ട് പറഞ്ഞ്, കർത്താവേ, ഈ പ്രശ്നങ്ങളെക്കാളെല്ലാം വലുത് എനിക്ക് എൻ്റെ യേശുവാണ്. പറഞ്ഞ്, ഈ പ്രതിസന്ധിയേക്കാൾ കുടുംബത്തിനകത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾ വ്യത്യസ്തമായ നീറുന്ന വിഷയത്തിലൂടെ കടന്നു പോകുന്നതായിരിക്കാം നിങ്ങളുടെ കൺമുൻപിൽ വരുന്നത്. അതിനുവേണ്ടിയായിരിക്കും നിങ്ങൾ ഇവിടെ നിന്ന് ഒരുപക്ഷെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെയും പറയുന്നൊന്നുണ്ട്, കർത്താവ് യേശു ക്രിസ്തുവിനെ വലിയവനെ കണ്ടാൽ, ആ ക്രിസ്തുവിനെ നമുക്കൊന്ന് പ്രാപിക്കാൻ കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിൻ്റെ വലിപ്പം കുറയും, ഈ പ്രതിസന്ധിയുടെ വലിപ്പം കുറയും, ഈ നിസ്സാര കാര്യത്തിൻ്റെ വലിപ്പം കുറയും. ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾ പോലും നമ്മൾ വലുതാക്കി കാണും. അതെല്ലാം വലിപ്പം കുറയണമെങ്കിൽ വലിയവനാകുന്ന യേശുവിനെ നമ്മൾ എന്ത് ചെയ്യണം സ്നേഹിതരെ? കാണണം. നമ്മുടെ പ്രശ്നങ്ങളെക്കാൾ യേശു ആരാ? വലിയവനാ. നോക്കിയേ, നമ്മുടെ മക്കൾ നമ്മളെ നോക്കുന്നതിനൊരു പരിധിയുണ്ട്. നമ്മുടെ ഭർത്താക്കന്മാരും ഭാര്യമാരും നോക്കുന്നതിനെല്ലാം പരിധിയുണ്ട്. പക്ഷെ പരിധിയില്ലാതെ നോക്കുന്ന ഒരാളെ ഉള്ളവരെ യേശു. പരിധിയില്ലാതെ സ്നേഹിക്കുന്ന ഒരാളെ ഉള്ളതാരെ? യേശു. ഈ ദാനിയേലിനോടൊപ്പം ഇരുന്നതാരാ? യേശു. കണ്ടതും ആരെയാ? യേശു. പ്രശ്നത്തെ അല്ല ഈ മനുഷ്യൻ കണ്ടത്, ദൈവത്തെ കണ്ടു. കണ്ടോ? ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ക്രിസ്തുവിനെ കണ്ടോ? ക്രിസ്തുവിനെ പ്രാപിച്ചോ? അപ്പോൾ ഈ ദാനിയേൽ സിംഹക്കുഴിയുടെ ശ്വാസതടസ്സം ഒന്നും ദാനിയേൽ എന്ത് ചെയ്തില്ല? ചിന്തിച്ചു. അതിനേക്കാളും വലുതായിട്ട് സർവശക്തനെ കണ്ടു. കണ്ടോ? നമ്മുടെ ജീവിതത്തിനകത്ത് പ്രശ്നങ്ങളെ വലുതായി കണ്ടാൽ നമ്മുടെ പ്രാർത്ഥന പോകും, നമ്മുടെ വിശ്വാസം പോകും, നമ്മൾ ഉറക്കം തൂങ്ങിയളായിട്ട് മാറും, നമ്മൾ കണ്ണീരും കരച്ചിലുമായിരിക്കും എപ്പോഴും. പക്ഷേ വലിയവനായി ദൈവത്തെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ പതറിപ്പോകത്തില്ല, അവൻ വീണ് പോകത്തില്ല. അവൻ പറയും, ഇതാണോ പ്രശ്നം? ഈ പ്രശ്നത്തെക്കാൾ എത്രയോ വലിയവനെ ഞാൻ കണ്ടെത്തി. ഇതാണോ? ഇതിവിടുത്തെ അല്ലേ? നിത്യമായ ഒന്നിനെ കണ്ടിട്ടുണ്ടെങ്കിൽ താൽക്കാലികമായിട്ട് ഒന്നും സാരമില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ പ്രശ്നം, നിങ്ങൾ വീട്ടിനകത്ത് ചിലപ്പോൾ പ്രശ്നങ്ങളായിരിക്കാം. എല്ലാവരും ഒറ്റപ്പെടുത്തിയായിരിക്കും. ഒരാളിനോട് പറഞ്ഞതാണ്, കരഞ്ഞ് കണ്ണീരോടെ പറഞ്ഞതാണ്, എന്ത് പറയാൻ ഞാൻ എല്ലാവരാലും ഞാൻ ഒറ്റപ്പെട്ടു. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. രാവിലെ ഞാൻ ചിന്തിച്ചു, ഒന്ന് മരിച്ചാൽ മതി. ആ ഒരു സ്റ്റേജിലെത്തി. ജീവിതത്തിനകത്തെല്ലാം തളർന്നു. വീട്ടിനകത്ത് മദ്യപാനത്തിൻ്റെ ആസക്തി, സ്വസ്ഥതയില്ല. ഒരു വശത്തൂടെ മദ്യപാനം, മറുവശത്തൂടെ പ്രശ്നങ്ങൾ, മറുവശത്തൂടെ കഷ്ടപ്പാട്, രോഗം, മറുവശത്തൂടെ കുത്തുവാക്കുകളുടെ ആരവം. എനിക്ക് പറ്റുന്നില്ല, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞൊരു വരി, ഇതിനേക്കാളും നിന്നെ സ്നേഹിക്കുന്നൊരു വലിയവനാകുന്ന ദൈവമുണ്ട്. ഇവരുടെ സ്നേഹമെല്ലാം താൽക്കാലികം. ഇതിൻ്റെ അപ്പുറത്ത് നിന്നെ നിത്യമായി സ്നേഹിക്കുന്നൊരു യേശുവിൻ്റെ സ്നേഹമുണ്ട്. ഈ സ്നേഹം നീ തിരിച്ചറിഞ്ഞാൽ, ഹല്ലേലൂയ, പറയാൻ എന്തെളുപ്പമാണ്, പ്രസംഗിക്കാൻ എന്തെളുപ്പമാണ്.
അനുഭവത്തിലൂടെ പോകുമ്പോഴാണ് മനസ്സിലാകുന്നത്. എല്ലാവരുടെയും നടുവിൽ ഹല്ലേലൂയ ഞാൻ പറഞ്ഞു കൊടുത്തു, സ്തോത്രം, കർത്താവായ യേശുവിൻ്റെ സ്നേഹം നമ്മുടെ അകത്ത് വന്നാൽ മാത്രമേ ഇവിടെയൊക്കെ പിടിച്ചിരിക്കാൻ പറ്റൂ. ഒന്നിനെക്കുറിച്ചും പതറണ്ട സ്നേഹിതരെ. ദാനിയേൽ നോക്കിയേ, ആ സിംഹക്കുഴി അവൻ വലുതായി കണ്ടില്ല, ആ സിംഹത്തെയും വലുതായി കണ്ടില്ല. വലുതായി കാണേണ്ടവനെ ദാനിയേൽ വലുതായി കണ്ടു. നമ്മൾ വലുതായി കാണുന്നത് എപ്പോഴും പ്രശ്നമാണ്. നമ്മളെ വീട്ടുകാർ പറഞ്ഞത്, നാട്ടുകാർ പറഞ്ഞത്, ബന്ധുക്കൾ പറഞ്ഞത്, അതെല്ലാം വേദന തന്നെയാണ്, സത്യമാണ്. പക്ഷേ അതാണ് നമ്മൾ വലുതായി കാണുന്നത്, തീച്ചുളയും പ്രതിസന്ധി. പക്ഷേ ദൈവഭക്തന്മാർ അല്ലെങ്കിൽ ഭക്തന്മാർ പ്രശ്നത്തെ അല്ല വലുതായി കാണുന്നത്, സർവശക്തനെ. നമ്മളെന്ത് പ്രാപിച്ചു? ഈ സർവശക്തനെ പ്രാപിച്ചു. പ്രശ്നത്തെ കണ്ട് പതറി തിരിച്ചു പോകുകയാണോ? അതോ പ്രശ്നത്തെക്കാൾ വലിയവനാകുന്ന ദൈവത്തെ കണ്ട് പ്രാപിച്ച് യേശുവിനോടൊപ്പം, യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാർവോട് ചേർന്നിരുന്നാൽ ഭയമില്ലയേ, അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിയിടും, മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹം എന്നോട് പങ്കുവെക്കും, ഒറ്റയ്ക്ക് വിടുകയില്ല, മടുത്തു മാറുകയില്ല, ഒറ്റയ്ക്ക് വിടുകയില്ല, മടുത്തു മാറുകയില്ല, അന്ത്യം വരെ ആ ചുടുമതി, യേശു എൻ്റെ കൂടെ മതി, അന്ത്യം വരെ ആ ചുടുമതി, യേശു എൻ്റെ കൂടെ മതി, ഒറ്റയ്ക്ക് വിടുകയില്ല, മടുത്തു മാറുകയില്ല, ഒറ്റയ്ക്ക് വിടുകയില്ല, മടുത്തു മാറുകയില്ല, അന്ത്യം വരെ ആ ചുടുമതി, യേശു എൻ്റെ കൂടെ മതി, അന്ത്യം വരെ ആ ചുടുമതി, യേശു എൻ്റെ കൂടെ മതി. ഹല്ലേലൂയ. നമ്മൾ യേശുവിനെ പ്രാപിച്ച സ്നേഹിതരെ, പഴയ നിയമ വിശുദ്ധൻ യേശുവിനെ പ്രാപിച്ചു. അയാൾ യേശുവിനെ കണ്ടു, യേശുവിൻ്റെ വലിപ്പം മനസ്സിലാക്കി, പ്രശ്നത്തിൻ്റെ വലിപ്പം മനസ്സിലാക്കി. പുതിയ നിയമ വിശുദ്ധൻ പറഞ്ഞു, കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. അയാളുടെ ഈ ഭൂമിയിലെ ജീവിതത്തിനകത്ത് അയാൾ കാണാൻ പറ്റി, ആത്മാവിൽ കാണാൻ പറ്റി. ഇതെല്ലാം താൽക്കാലികമെന്ന് അപ്പോസ്തലന് കാണാൻ പറ്റി. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കാണുന്ന എല്ലാം നമുക്ക് താൽക്കാലികമെന്ന് കാണാൻ പറ്റുന്നുണ്ടോ? അത് കണ്ണ് തുറന്നവർ കാണും. എങ്ങനെ? കണ്ണ് തുറന്നവർ കാണും. കണ്ണ് തുറന്നവർക്ക് കാണാൻ പറ്റും ഇതൊക്കെ താൽക്കാലികമെന്ന്. കണ്ണ് തുറക്കാത്തവർ ഇവിടുത്തെ താൽക്കാലികമെന്ന് ഒരിക്കലും ചിന്തിക്കത്തില്ല. ഇവിടത്തതിന് വേണ്ടി ഓടും. പക്ഷേ കണ്ണ് തുറന്നവർ ഇവിടത്തേക്ക് വേണ്ടിയല്ല ഓടുന്നത്, നിത്യമായതിന് വേണ്ടി ഓടും. അവരുടെ നോട്ടവും അവരുടെ ഓട്ടവും അവരുടെ അധ്വാനവും അവരുടെ എല്ലാം ക്രിസ്തുവെ അങ്ങിൽ മറഞ്ഞിരിക്കട്ടെ അപ്പാ, ഞാൻ അങ്ങിൽ മറഞ്ഞിരിക്കട്ടെ, അങ്ങേക്ക് എന്നിലൂടെ എന്താണ് ഇഷ്ടം അത് മാത്രം മതി, ഞാൻ അങ്ങ് മരിച്ചോട്ടെ അപ്പാ, അങ്ങനെ ജീവിക്കട്ടെ, എൻ്റെ പുറമേ ഉള്ളവർ ക്ഷയിക്കട്ടെ അപ്പാ, പാപ മനുഷ്യൻ ക്ഷയിക്കട്ടെ, ക്രിസ്തുവിനിൽ നിറയട്ടെ. ഞാൻ ചോദിക്കട്ടെ സ്നേഹിതരെ, ആമേൻ, കർത്താവിനെ പ്രാപിച്ചുവോ? ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, കർത്താവായ യേശുവിനെ പ്രാപിച്ചുവോ? നമുക്ക് പള്ളി വന്നിട്ട് എന്ത് കിട്ടി? യേശുവിനെ കിട്ടിയോ സ്നേഹിതരെ? യേശുവിനെ കിട്ടിയെങ്കിൽ വേറെ ഒന്നിനെക്കുറിച്ചും പേടിക്കണ്ട. പഴയ നിയമവിശുദ്ധന് യേശുവിനെ കിട്ടി, യേശുവിനെ കണ്ടു. ആ യേശുവിനെ കണ്ടതുകൊണ്ട് അവൻ്റെ പിന്നിൽ വന്ന ആ പ്രശ്നങ്ങളൊന്നും ആ മനുഷ്യന് പ്രശ്നമായിട്ട് തോന്നിയില്ല. ഇന്ന് ഞാൻ പറയട്ടെ, നമുക്കെന്താ പ്രശ്നമായി തോന്നുന്നത്? ആ വലിയവനാകുന്ന ദൈവത്തെ നമ്മൾ കണ്ടില്ല, അതാ സത്യം. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കത്തില്ല. നമ്മളിത് പറഞ്ഞാൽ നമ്മൾ ഞാൻ കണ്ടു ഞാൻ അറിഞ്ഞു എന്നേ പറയൂ. പക്ഷേ പ്രശ്നത്തെ വലുതായി കാണുന്ന നമ്മുടെ ജീവിതത്തിനകത്ത് എത്രമാത്രം നമ്മൾ മാറേണ്ടിയിരിക്കുന്നു നോക്കിയേ, എത്രമാത്രം നമ്മുടെ കണ്ണ് തുറക്കേണ്ടിയിരിക്കുന്നു നോക്കിയേ. കുറച്ച് സമയം ഹല്ലേലൂയ. ഞാൻ പറയട്ടെ സ്നേഹിതരെ, നമ്മൾ യേശുവിനെ പ്രാപിച്ചുവോ? യേശു നമ്മൾ കിട്ടിയോ? എങ്കിൽ നമുക്കൊരു അടയാളമുണ്ട്. എന്ത്? ഇവിടെ കാണുന്നതൊന്നും വലുതായി കാണത്തില്ല, അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന യേശുവിനെ നമ്മൾ വലുതായി കാണും. മാത്രമല്ല ഇവിടെ ഉള്ളതെല്ലാം നൂറ്റി നേരമായിട്ട് നമുക്ക് തോന്നും. നൂറ്റി നേരം എങ്ങനെ? ഇത് നൂറ്റി നേരമല്ലേ? നിത്യമായതുണ്ടല്ലോ. കണ്ടോ, ഇവർ വെളിപ്പാട് എവിടെ കിട്ടും? ആത്മാ പറയും കണ്ണു തുറന്നാലേ കിട്ടും, അല്ലെങ്കിൽ കിട്ടൂല. നമ്മൾ വാളും കൊണ്ട് പോകും, ഉറപ്പാണ്. നമ്മൾ അടി കൂടും, ഉടക്കുണ്ടാക്കും, കൂടുമ്പോൾ പ്രശ്നങ്ങൾ വരും. പക്ഷേ
പക്ഷേ ഹല്ലേലൂയ, ഇവിടെ നൊടി നേരം താൽക്കാലികമായി ഒന്നുണ്ട്. ഇവിടെ നൊടിയായിട്ടുള്ള നേരം. പിന്നെ പുറമേയുള്ളവൻ ക്ഷയിച്ചാലും അകമേയുള്ളവൻ നാൾക്കുനാൾ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് ഇതിനകത്ത് എത്രയൊക്കെ ആഗ്രഹമുണ്ട്. ഓ സ്തോത്രം, എൻ്റെ പുറമേ ഉള്ളവൻ ക്ഷയിച്ചു പോയാലും അകമേ ഉള്ളവൻ നാൾക്കുനാൾ. പ്രശ്നം കണ്ട് പേടിക്കുന്നവനല്ല അകമേ ഉള്ളവൻ. ആ കർത്താവ് പ്രശ്നം കണ്ട് പേടിക്കുന്നവനല്ല, പ്രതിസന്ധി കണ്ട് പേടിക്കുന്നവനല്ല. ഇന്ന് പകർക്കാൻ ഞാൻ ചോദിക്കട്ടെ മക്കളെ, നിങ്ങൾ ആരെയാണ് വലുതായി കണ്ടത്? പ്രശ്നമാണോ, പ്രതിസന്ധിയാണോ, ഈ ലോകത്തിലുള്ളതിനേക്കാണോ, അതോ കർത്താവ് യേശുവിനെയാണോ? ആരെ നമുക്ക് വേണം? ലോകം വേണോ, യേശുവിനെ വേണോ? ആരെ വലുതായി കാണുന്നു? ആരെ പ്രാപിച്ചു? എന്ത് പ്രാപിച്ചു? ക്രിസ്തുവിനെ ആരാധിക്കാൻ തുടങ്ങി, എന്ത് പ്രാപിച്ചു? യേശുവിനെ പ്രാപിച്ചെങ്കിൽ ഞാൻ പറയാം, നിങ്ങളെ തള്ളിക്കളയത്തില്ല, നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല. അന്ത്യം വരെ കൂടെ നടക്കും. ഹല്ലേലൂയ. അന്ത്യം വരെ ജീവിച്ച് മരിച്ച ശേഷവും അക്കരെയും അക്കരെയും എത്തുമ്പോഴും അവിടെയും അടുത്ത് പിടിച്ചിരുത്തുന്ന ആ അരുമനാഥനെയാണോ വലുതായി കാണുന്നത്? അതെ, ഇവിടെയുള്ള ചിലതാണോ? ഒന്ന് ചിന്തിച്ചു നോക്കി. നശിച്ചു പോകുന്ന ചിലതിനെ പിടിച്ച് വലുതായി കാണരുത്. അതൊന്നുമല്ല, അതെല്ലാം താൽക്കാലം, ഇതെല്ലാം പോകും. പക്ഷേ പിടിക്കേണ്ടത് എന്ത്, കളയേണ്ടത് എന്ത്? നമുക്ക് ഗ്രഹിക്കാൻ ദൈവം കൃപ തരട്ടെ. നമുക്കെല്ലാം